നവമി ദിനേശ് കൂടി തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ പ്രതിപക്ഷം വിഷയത്തിൽ പോർമുഖം തുറന്നതോടുകൂടി സിനിമയ്ക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ ഉലയ്ക്കുന്ന ഒരു വിവാദമായ വിഷയം മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി മുകേഷിന്റെ രാജി അടക്കം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്തായാലും ഇവിടെയൊന്നും അവസാനിക്കില്ല ഈ വെളിപ്പെടുത്തലുകൾ എന്ന് തന്നെയാണ് ഓരോ നിമിഷവും ലഭിക്കുന്ന റിപ്പോർട്ടുകളല്ലേ. കാരണം ഇത് സിനിമാ മേഖലയിൽ മുടി ഒരു മാറ്റമുണ്ടാക്കിയ ശേഷം മാത്രമേ ഈ ഒരു വെളിപ്പെടുത്തൽ താരരാജാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് വരെ ഈ വെളിപ്പെടുത്തലുകൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ നിലവിലെ സാഹചര്യത്തിൽ? നവമി, സിനിമാ മേഖലയിൽ അടിമുടി ഒരു മാറ്റം വരണമെങ്കിൽ അത് സർക്കാരും കൂടി ഇതിൽ മുൻകൈ എടുക്കണം. ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക, അല്ലെങ്കിൽ പരാതിക്കാർ വരുമ്പോൾ അവർ പരാതിപ്പെട്ട് അങ്ങനെയാണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാമെന്ന സർക്കാരിന്റെ ഒരു സമീപനം അത് മാറ്റാതെ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കൂടിയും ആരോപണ വിധേയരുടെ പേരുകൾ ഇപ്പോഴും സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടാണ് ഏറ്റവും സംശയമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചു, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അന്വേഷണ കമ്മീഷനെ സമീപിക്കാം. അങ്ങനെയെങ്കിൽ കൂടുതൽ നമുക്കറിയാം, ഇത് ഇനി ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പരാതിക്കൊക്കെ അപ്പുറത്തേക്ക് കോടതിയിൽ ഇതെത്തുമ്പോൾ എത്രമാത്രം തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും നമുക്ക് സംശയമുണ്ട്. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ബംഗാളി നടി ഉൾപ്പെടെ പറയുന്നുണ്ട് തന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഇത് നടന്ന സംഭവമാണെന്ന്. പക്ഷേ ഇത് കോടതിയിൽ എത്തുമ്പോൾ കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് ആവശ്യം. അത് എത്രമാത്രം ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണുന്നത്. എന്തായാലും കൂടുതൽ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ നടിമാർ രംഗത്തെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ എത്തട്ടെ. അവർ ഇത്രയും നാളും അവർ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ സിനിമയിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ രംഗത്തെത്തിയാൽ അത് സിനിമാ മേഖലയെയും ഒപ്പം സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ തവണ ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അന്ന് പ്രധാനമായും സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യം ഈ ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് തുടർ നടപടിയാണ് സ്വീകരിച്ചതെന്നാണ്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് ഇനി കോടതിയിലേക്ക് സർക്കാർ പറയുന്ന ഒരു വാദം, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം പരാതികളുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വന്നു, അവരുടെ പരാതി പരിശോധിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു എന്നൊരു മറുപടി ആയിരിക്കും ഉറപ്പായും സർക്കാർ കോടതിയിൽ സമർപ്പിക്കുന്നത്. അത് ഈ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു എന്ന കാര്യം തന്നെ ആയിരിക്കും കോടതിയിൽ സർക്കാർ അറിയിക്കുക. എന്നതിലപ്പുറത്തേക്ക് ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതിൽ സർക്കാരിന്റെ മൗനം തുടരുകയാണ്. ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പുതിയ അന്വേഷണ കമ്മീഷനാകട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം പ്രതിപക്ഷവും ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ആ വാർത്ത വിശദമായി ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഒപ്പം അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം എന്ന് ചേരുമെന്ന് പറഞ്ഞു. അവരുടെ ഒരു ആക്ഷൻ അത് ഏതു തരത്തിലായിരിക്കുമെന്ന് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ അവസരത്തിൽ? നവമി, ഭവ്യ, അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷം ഇന്ന് ലഭിച്ച പരാതികളെ കുറിച്ച് അവർ ഒരു ചർച്ച നടത്തും. അതിനുശേഷം ഈ പരാതിക്കാരെ വിളിച്ച് അവർക്ക് മൊഴി നൽകാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അവരുടെ തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇന്നലെ വൈകിട്ട് തന്നെ ബംഗാളി നടിയുമായി ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കമ്മീഷണർക്ക് മെയിൽ അയക്കുകയും പിന്നീട് അത് അന്വേഷണ സംഘത്തിലേക്ക് കൈമാറുകയും ചെയ്തത്. അത് പൂങ്കുഴലിക്കാണ് അതിന്റെ അന്വേഷണ ചുമതല. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ബംഗാളി നടിയുടെ വിശദമായ മൊഴിയെടുക്കും. അതോടൊപ്പം തന്നെ സംവിധായകൻ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി രഞ്ജിത്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണ്. തനിക്കെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് ഈ ആരോപണ വിധേയൻ ശ്രമിക്കുമെന്നത്
ഒരു കോടതി നടപടിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇന്നും നാളെയും കോടതി അവധി ആയതിനാൽ ഇനി അടുത്ത ദിവസം ഈ ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയും പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി നവമി വിവരങ്ങൾക്ക്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന്